Hello kiddies, this is Anil once again. Welcome back to the online class. Hello everyone. So finally we had done with the chapter named A Song of the Rain written by Khalil Gibran. ഖലീൽ ജിബ്രാൻ എഴുതിയിരുന്ന സോങ് ഓഫ് ദ റെയിൻ എന്ന് പറയുന്ന കവിത നമ്മൾ എല്ലാ അർത്ഥത്തിലും പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ ആക്ടിവിറ്റീസും നമ്മൾ ചെയ്തു കഴിഞ്ഞതാണ്. സോ അടുത്തത് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ തന്നെ നമുക്ക് പഠിക്കാനുള്ള ലെസൺ എന്ന് പറയുന്നത് ലിസൺ ടു ദ മൗണ്ടെയിൻ എന്ന് പറയുന്ന ഒരു ഡ്രാമയാണ്, ഒരു നാടകമാണ്. ഈ നാടകത്തിൻ്റെ രചയിതാവ് കാവേരി നമ്പീശൻ എന്ന് പറയുന്ന ഇന്ത്യക്കാരിയായിട്ടുള്ള എഴുത്തുകാരിയാണ്. സോ today we are moving to the lesson named Listen to the Mountain, and we are exploring about our author and the lesson. So are you ready for learning that? So without wasting any moment, let's roll on. Listen to the Mountain by Kaveri Nambishan. About the author. Kaveri Nambishan, an Indian novelist, was born in Palangala village in South Kodagu, Karnataka in a family of politicians. കാവേരി നമ്പീശൻ എന്ന ഇന്ത്യൻ എഴുത്തുകാരി, ഇന്ത്യൻ നോവലിസ്റ്റിൻ്റെ ജനനം പാലങ്ങാല വില്ലേജ്, അതായത് കൊടകു എന്ന് പറയുന്ന കർണാടകയിലെ ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ ജില്ലയിലെ പാലങ്ങാല എന്ന് പറയുന്ന ഗ്രാമത്തിലായിരുന്നു കാവേരി നമ്പീശൻ ജനിച്ചത്. ഇൻ എ ഫാമിലി ഓഫ് പൊളിറ്റീഷ്യൻസ്, അവരുടെ ഫാമിലിയിലെ മറ്റുള്ളവരൊക്കെ രാഷ്ട്രീയവുമായി ബന്ധമുള്ള ആൾക്കാരായിരുന്നു. അപ്പോൾ ഒരു രാഷ്ട്രീയ കുടുംബത്തിലാണ് നമ്മളുടെ കാവേരി നമ്പീശൻ്റെ ജനനം. ഷീ സ്റ്റഡീഡ് മെഡിസിൻ ഇൻ സെയിൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജ്, ബാംഗ്ലൂർ ആൻഡ് അറ്റ് ദ യൂണിവേഴ്സിറ്റി ഓഫ് ലിവർപൂൾ, ഇംഗ്ലണ്ട്. അപ്പോൾ കാവേരി നമ്പീശൻ്റെ പഠനം എന്ന് പറയുന്നത് ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ സ്റ്റുഡൻ്റ് ആയിരുന്നു. മെഡിസിൻ പഠിച്ചത് സെയിൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജ്, ബാംഗ്ലൂരിലെ സെയിൻറ്റ് ജോൺസ് കോളേജിലാണ് പഠനം. അതിനുശേഷം തുടർ പഠനം നടത്തിയത് അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ, തുടർ വിദ്യാഭ്യാസം നടത്തിയിരുന്നത് ലിവർപൂൾ യൂണിവേഴ്സിറ്റിയിലായിരുന്നു, ഇംഗ്ലണ്ടിൽ. നമ്പീശൻ സ്റ്റോറി ഡോക്ടർ സാഡ് ആൻഡ് ദ പവർ ലഞ്ച് was joint runner-up in the third Outlook Picador non-fiction contest in 2003. കാവേരി നമ്പീശൻ എഴുതിയിരുന്ന ഡോക്ടർ സാഡ് ആൻഡ് ദ പവർ ലഞ്ച് എന്ന് പറയുന്ന ആ ഒരു കഥ 2003 പിക്കാഡോർ നോൺ ഫിക്ഷൻ കോൺടെസ്റ്റിൽ 2ാം സ്ഥാനം നേടുകയുണ്ടായി. ദ സ്റ്റോറി ദാറ്റ് മസ്റ്റ് നോട്ട് ബി ടോൾഡ് വാസ് ഷോർട്ട് ലിസ്റ്റഡ് ഫോർ ദ DSE പ്രൈസ് ഫോർ സൗത്ത് ഏഷ്യൻ ലിറ്ററേച്ചർ ഇൻ 2012. 2012 ദ സ്റ്റോറി ദാറ്റ് മസ്റ്റ് നോട്ട് ബി ടോൾഡ് എന്ന് പറയുന്ന അവരുടെ മറ്റൊരു പുസ്തകം അല്ലെങ്കിൽ മറ്റൊരു കഥ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടു. DSE പ്രൈസിന് വേണ്ടി, സൗത്ത് ഏഷ്യൻ ലിറ്ററേച്ചറിൻ്റെ DSE പ്രൈസിന് വേണ്ടി ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഒരു കഥയാണ്. അതോടൊപ്പം മാൻ ഏഷ്യൻ ലിറ്റററി പ്രൈസ് 2008 മാൻ ഏഷ്യൻ ലിറ്റററി പ്രൈസും ആ പുസ്തകം അവർക്ക് നേടിക്കൊടുത്തു. ഷീ വാസ് എലക്റ്റഡ് കൂർഗ് പേഴ്സൺ ഓഫ് ദ ഇയർ ഇൻ 2005. 2005 ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കൂർഗിലെ ഒരു വ്യക്തി എന്ന നിലയിലുള്ള കൂർഗ് പേഴ്സൺ ഓഫ് ദി ഇയർ എന്ന പുരസ്കാരവും 2005 കാവേരി നമ്പീശനെ തേടി എത്തിയിരുന്നു. സോ കാവേരി നമ്പീശൻ ആക്ച്വലി ഷീ ഈസ് ആൻ ഇന്ത്യൻ നോവലിസ്റ്റ് ആൻഡ് ഷീ ബോൺ ഇൻ കർണാടക, എസ്പെഷ്യലി the district called Kodagu and the village called Palangala. And her family, that family consists of politicians. And she studied medicine from the Bangalore St. John's College. Then she moved to England or UK for the further studies. She had backed up lots of awards and honors through her literary career. And the Dr. Sad and the Power Lunch, one of her book that was got a runner-up prize in 2003, especially Outlook Picador non-fiction contest. And the story that must not be told, it is another book or writing of Kaveri Nambishan, and it is also shortlisted for the DSE prize for South Asian literature in 2012. And she backed up another award in 2008 Man Asian Literary Prize, and she was elected for the famous person from the Coorg in 2005.
So this is all about our author. Now we can move into the lesson. Before getting into the drama, we have to know the major characters. Grandmother, Narayan, school headmaster, and Ramanna, tea shop owner, Shastri, Kannan, Rudrappa, village men, Sagar, building contractor, and Dikshit, millionaire industrialist. സോ ഈ ഒരു ഡ്രാമയിലെ ഈ ഒരു നാടകത്തിലെ പ്രധാന കഥാപാത്രങ്ങളാണ് ഒരു മുത്തശ്ശി, അതോടൊപ്പം നാരായൺ എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തി. അദ്ദേഹം ആ ഒരു ഗ്രാമത്തിലെ സ്കൂളിലെ പ്രധാന അധ്യാപകനാണ്. അതോടൊപ്പം രാമണ്ണ എന്ന് പറയുന്ന മറ്റൊരു വ്യക്തി, അദ്ദേഹം ഒരു ടീ ഷോപ്പ് ഓണറാണ്, ഒരു ചായക്കടയുടെ മുതലാളിയാണ്. ശാസ്ത്രി, കണ്ണൻ, രുദ്രപ്പ, ഈ പറയുന്ന 3 പേരും ആ ഗ്രാമത്തിലെ അന്തേവാസികളാണ്. സാഗർ, അത് മറ്റൊരു ക്യാരക്ടറാണ്. സാഗർ എന്ന് പറയുന്നത് ബിൽഡിംഗ് കോൺട്രാക്ടർ, കെട്ടിടപ്പണികളൊക്കെ നോക്കി നടത്തുന്ന ഒരു വ്യക്തിയാണ് സാഗർ. ആൻഡ് അവസാനത്തെ ക്യാരക്ടർ ദീക്ഷിത് എന്ന് പറയുന്ന ആളാണ്, മില്യനെയർ ഇൻഡസ്ട്രിയലിസ്റ്റ്, ഒരു വലിയ വ്യവസായിയാണ്. അദ്ദേഹം ഒരു വലിയൊരു പണക്കാരനായിട്ടുള്ള വ്യക്തിയാണ് ദീക്ഷിത്. ദ പ്ലേ ഈസ് സെറ്റ് ഇൻ എ വില്ലേജ്, ഒരു ഗ്രാമത്തിലാണ് കഥ നടക്കുന്നത്. The background shows mountains, trees and a river depicting a natural countryside view. സോ നമ്മളുടെ കർട്ടൻ്റെ പുറകിലായിട്ട് നമുക്ക്, അല്ലെങ്കിൽ നമ്മളുടെ ബാക്ക്ഗ്രൗണ്ടിൽ മലനിരകളും മരങ്ങളും അതോടൊപ്പം പുഴയുമൊക്കെ കാണാൻ വേണ്ടി കഴിയും. ആ പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി കഴിയും. ഒരു ഗ്രാമത്തിൻ്റെ വിശുദ്ധി കാണിക്കുന്ന, അല്ലെങ്കിൽ ഗ്രാമത്തിൻ്റെ സൗന്ദര്യം കാണിക്കുന്ന കാഴ്ചകളാണ് ഇവയൊക്കെ. സീൻസ് 1 and 4 are enacted in front of the curtain. കർട്ടൻ ഉയർത്താതെ തന്നെ കർട്ടൻ്റെ മുൻപിൽ നിന്നുകൊണ്ടാണ് സീൻ രംഗം 1ഉം രംഗം 4ഉം നമ്മൾക്ക് മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്നത്. ദി കർട്ടൻ റൈസസ് ഫോർ സീൻസ് 2nd, 3rd and 5. അപ്പോൾ 2ാമത്തെയും 3ാമത്തെയും 5ാമത്തെയും രംഗങ്ങൾ അവതരിപ്പിക്കുമ്പോഴാണ് ആ കർട്ടൻ ഉയർത്തപ്പെടുന്നത്. സോ സീൻ നമ്പർ 1. Grandmother appears from the stage right, hobbles to the center in front of the curtain and speaks to the audience in a slow, deliberate voice. ആദ്യത്തെ രംഗം തുടങ്ങുമ്പോൾ അവിടേക്ക് കടന്നു വരുന്നത് ഒരു മുത്തശ്ശിയാണ്. അതിൻ്റെ ആ ഒരു സ്റ്റേജിൻ്റെ വലത് ഭാഗത്തൂടെ മുത്തശ്ശി അവിടേക്ക് കടന്നു വരുന്നു. ഹോബിൾസ് ടു ദ സെൻറ്റർ, ഹോബിൾ ചെയ്യാന്ന് പറഞ്ഞാൽ മുടന്തിക്കൊണ്ട് വേച്ചാണ് അവർ നടക്കുന്നത്. പ്രായത്തിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം. ഹോബിൾസ് ടു ദ സെൻറ്റർ, ആ ഒരു സ്റ്റേജിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് നടന്നു വരുന്നു. ഇൻ ഫ്രണ്ട് ഓഫ് ദ കർട്ടൻ, കർട്ടൻ ഉയർത്താതെ അതിൻ്റെ മുൻപിൽ തന്നെ നിന്നാണ് അവർ സംസാരിക്കുന്നത്. സ്പീക്സ് ടു ദ ഓഡിയൻസ്, മുന്നിലിരിക്കുന്ന കാണികൾക്ക് നേരെ നോക്കിയാണ് സംസാരിക്കുന്നത്. ഇൻ എ സ്ലോ, വളരെ പതിഞ്ഞ ശബ്ദത്തിൽ. ഡെലിബറേറ്റ് വോയിസ്, വളരെ അളന്നു മുറിച്ച അല്ലെങ്കിൽ വളരെ ആവശ്യമുള്ള ഗൗരവപരമായ കാര്യമാണ് അവർ സംസാരിക്കുന്നത്. സോ ദ സ്റ്റോറി ഓർ ദ പ്ലേ, ദ ഡ്രാമ ആക്ച്വലി സെറ്റ് ഇൻ എ വില്ലേജ്. And they used some kind of a background images for depicting that village, especially the mountains, trees and the natural views for the countryside. And the scene 1st and 4, they are enacting those scenes in front of the curtain. And the scene 2nd, 3rd and 5, they are acting into the curtain. And the scene 1st actually starts from the grandmother appearing in front of the curtain, and she is talking with the audience, and she is talking in a slow and very serious manner to the audience. ആദ്യ രംഗത്തിൻ്റെ തുടക്കത്തിൽ മുത്തശ്ശി മാത്രമാണ് ആ സ്റ്റേജിലുള്ളത്. മുത്തശ്ശി സംസാരിച്ചു തുടങ്ങുകയാണ്. ഐ എം എ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ, ഞാനൊരു മുതുമുത്തശ്ശിയാണ്. ഐ വാസ് ബോൺ അറ്റ് ദ ടേൺ ഓഫ് ദ സെഞ്ചുറി, ഞാനൊരു നൂറ്റാണ്ടിൻ്റെ മാറ്റത്തിൽ ജനിച്ച വ്യക്തിയാണ്. വെൻ ദേ വേ നോ മോട്ടോർ കാർസ്, കാറുകളൊന്നും ഇല്ലാതിരുന്ന ഒരു കാലത്ത്. നോ എയ്റോപ്ലെയിൻസ്, വിമാനങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലത്ത്. നോ ടെലിവിഷൻ, ടി വി ഇല്ലാതിരുന്ന ഒരു കാലത്ത്. നോ മൂവീസ്, സിനിമകളില്ലാതിരുന്ന കാലത്ത്. ആൻഡ് മച്ച് ലെസ് നോയ്സ്, അതുപോലെ ശബ്ദ കോലാഹലങ്ങളൊന്നുമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ജനിച്ചത്. പോസസ്, ഒന്ന് നിശ്ചലമായി അല്ലെങ്കിൽ ഒന്ന് സംസാരിക്കാതിരുന്നു. I was born here, grew up, married, had my children, grandchildren and great grandchildren. ഞാൻ ജനിച്ചത് ഇവിടെയാണ്, ഞാൻ വളർന്നത് ഇവിടെയാണ്, എൻ്റെ വിവാഹവും ഇവിടെ തന്നെയായിരുന്നു. ആൻഡ് അതിനുശേഷം എൻ്റെ കുട്ടികൾ ഇവിടെയാണ് ജനിച്ചത്. ആ കുട്ടികൾക്കുള്ള എൻ്റെ പേരക്കുട്ടികളും ഇവിടെ ജനിച്ചു. അതിനുശേഷം ആ പേരക്കുട്ടികൾക്ക് കുട്ടികളുണ്ടായതും ഇവിടെ തന്നെയാണ്.
ഐ ഹാവ് ലിവ്ഡ് ഹിയർ ഓൾ മൈ ലൈഫ്. എൻ്റെ ജീവിതം മൊത്തം ഇവിടെ തന്നെയായിരുന്നു. ഹിയർ ഇൻ ദീസ് വില്ലേജ്, ഈ ഗ്രാമത്തിൽ. ഓൺ ദ സ്ലോപ്സ് ഓഫ് ധർമ്മഗിരി എന്ന് പറയുന്ന ഈ ഒരു മലനിരകളുടെ താഴ്വാരത്തായിരുന്നു എൻ്റെ ജീവിതം. ദ റിവർ, ട്രീസ്, ഫ്ലവേഴ്സ്, ബേർഡ്സ് ആൻഡ് ആനിമൽസ് ആർ ഓൾ മൈ ഫ്രണ്ട്സ്. ഈ ഒരു മലനിരകളിൽ അല്ലെങ്കിൽ ഈ ഒരു താഴ്വാരത്തിലുള്ള ഓരോ കാര്യങ്ങളും, ആ പുഴയും ആ മരങ്ങളും ആ പൂക്കളും അതുപോലെ തന്നെ ഇവിടെ പറന്നു നടക്കുന്ന പക്ഷികളും ഇവിടെയുള്ള മൃഗങ്ങളുമൊക്കെ എൻ്റെ കൂട്ടുകാരാണ്. ഐ ഹാവ് ഹാഡ് എ ടഫ് ലൈഫ്. എൻ്റെ ജീവിതം കഷ്ടതകൾ നിറഞ്ഞ ഒരു ജീവിതം തന്നെ ആയിരുന്നു. ബട്ട് എ ഹാപ്പി വൺ. പക്ഷേ അതിൽ സന്തോഷവും ഉണ്ടായിരുന്നു. പോസസ്, വീണ്ടും ഒന്ന് നിർത്തി. നൗ ഐ ആം ഓൾമോസ്റ്റ് 90. ഇപ്പോൾ എനിക്ക് ഏകദേശം 90 വയസ്സുണ്ട്. മൈ ഗ്രാൻഡ് സൺ, എൻ്റെ പേരമകൻ നാരായൺ ഈസ് ദ സ്കൂൾ ഹെഡ് മാസ്റ്റർ. എൻ്റെ പേരക്കുട്ടിയായ നാരായൺ ഇപ്പോൾ സ്കൂളിലെ പ്രധാന അധ്യാപകനാണ്. ഹീ കെയിം ടു മീ വിത്ത് ദ മോസ്റ്റ് ഷോക്കിംഗ് ന്യൂസ്. അവൻ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് വന്നിരുന്നു. എന്നോട് അവനൊരു കാര്യം പറഞ്ഞിരുന്നു, പക്ഷേ അതെന്നെ ഞെട്ടിക്കുന്ന ഒന്നായിരുന്നു. പോസസ്, വീണ്ടും ഒന്ന് നിർത്തി. ഷാൽ ഐ ടെൽ യു അബൌട്ട് ഇറ്റ്? ഞാൻ അതിനെക്കുറിച്ച് നിങ്ങളോട് പറയട്ടെ എന്ന് മുത്തശ്ശി നമ്മളോട് ചോദിക്കുന്നുണ്ട്. വെയിറ്റ്, ഐ തിങ്ക് യു ബെറ്റർ സീ വാട്ട് ആക്ച്വലി ഹാപ്പൻഡ്. പക്ഷേ ഞാനത് പറയുന്നതിനേക്കാൾ നല്ലത് നിങ്ങളത് കണ്ടറിയുന്നതാണ് എന്ന് പറഞ്ഞു. ഷീ ഹോബിൾസ് ഓഫ് ദ സ്റ്റേജ്. എന്നിട്ട് മുടന്തിക്കൊണ്ട് ആ സ്റ്റേജിൽ നിന്ന് പുറത്തേക്ക് നടന്നു. Enter നാരായൺ ഫ്രം ദ വൺ സൈഡ് ഓഫ് ദ സ്റ്റേജ് ആൻഡ് സാഗർ ഫ്രം ദ അതർ. അങ്ങനെ മുത്തശ്ശി ആ രംഗം വിട്ട് പുറത്തേക്ക് പോകുമ്പോൾ അവിടേക്ക് കടന്നു വരുന്ന രണ്ട് കഥാപാത്രങ്ങളാണ് നമ്മളുടെ നാരായണും സാഗറും. നാരായൺ നമുക്കറിയാം, അദ്ദേഹം ഒരു സ്കൂളിലെ പ്രധാന അധ്യാപകനാണ്. സാഗർ എന്ന് പറയുന്നത് ഒരു ബിൽഡിംഗ് കോൺട്രാക്ടറാണ്. ദേ മീറ്റ് സെൻറ്റർ സ്റ്റേജ് ആൻഡ് ഗ്രീറ്റ് ഈച്ച് അതർ. അങ്ങനെ അവർ രണ്ടുപേരും ആ സ്റ്റേജിൻ്റെ മധ്യഭാഗത്തിൽ വെച്ച് കണ്ടുമുട്ടുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രീറ്റ് ചെയ്യുന്നു. ഓൺ ദ ഫസ്റ്റ് സീൻ, എ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ അപ്പിയറിംഗ് ഓൺ ദ സ്റ്റേജ് ആൻഡ് ഷീ ഈസ് ടോക്കിംഗ് അബൌട്ട് ഹെർ ലൈഫ് ഇൻ ദ വില്ലേജ് ആൻഡ് ഷീ ഈസ് സെയിങ് ദാറ്റ് all her life she spent it or lived on the village. She born on the turn of the century. At that time there is no modern technologies like motor cars, aeroplanes, movies and televisions. One of the grandson named Narayan is working as the headmaster of the school. On the last day, Narayan informed a shocking news to the grandmother. She is asking, "Can I tell the thing?" Then herself claiming that it is better to watch and understand what happened. Then she is leaving from the stage. At the same time, the characters Narayan and Sagar entering to the stage and meeting each other at the center and greeting each other. We know that Narayan means it's a grandson of our great grandmother and he is a headmaster of a school, and the Sagar, he is a building contractor. So we can move into the next dialogue. Narayan, welcome to our village. I am the school headmaster. അപ്പോൾ അവർ തമ്മിലുള്ള ആ സംസാരത്തിന് തുടക്കം കുറിച്ചത് നാരായൺ തന്നെയാണ്. നാരായൺ പറഞ്ഞു, ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് സ്വാഗതം. ഐ ആം ദ സ്കൂൾ ഹെഡ് മാസ്റ്റർ. ഇവിടുത്തെ സ്കൂളിലെ പ്രധാന അധ്യാപകനാണ് ഞാൻ. സാഗർ ഫ്രം ബാംഗ്ലൂർ. എൻ്റെ പേര് സാഗർ എന്നാണ്, ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ്. പ്ലീസ് ടു മീറ്റ് യു. പ്ലീസ്ഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ സന്തോഷം അല്ലേ, ഹാപ്പിയാണ്. സോ ഹാപ്പി ടു മീറ്റ് യു. വളരെ സന്തോഷമുണ്ട് നിങ്ങളെ കണ്ടുമുട്ടിയതിൽ. നാരായൺ, വിൽ യു ജോയിൻ മീ ഫോർ എ കപ്പ് ഓഫ് ടീ? മിസ്റ്റർ സാഗർ, നിങ്ങൾ എൻ്റെ കൂടെ ഒരു ചായ കുടിക്കാൻ കൂടുന്നോ? രാമണ്ണാസ് ടീ ഷോപ്പ് ഈസ് ജസ്റ്റ് അക്രോസ് ദ റോഡ്. ഈ റോഡിൻ്റെ മറുപുറത്ത് അല്ലെങ്കിൽ മറുവശത്ത് എന്തുണ്ട്? രാമണ്ണയുടെ ചായക്കടയുണ്ട്. പ്ലീസ് കം, എൻ്റെ കൂടെ വരൂ, നമുക്കൊരു ചായ കുടിക്കാം. സാഗർ, താങ്ക് യു. ദേ ലീവ് ടുഗദർ. അങ്ങനെ അപ്പോൾ സാഗർ ആ ഒരു ചായയുടെ ഓഫർ സ്വീകരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഓക്കെ, വളരെ നന്ദിയുണ്ട് എന്നെ ചായ കുടിക്കാൻ വിളിച്ചത് എന്ന് പറഞ്ഞ് രണ്ടുപേരും സ്റ്റേജിൽ നിന്ന് മൂവ് ചെയ്യുന്ന കാഴ്ചയാണ് കാണിക്കുന്നത്. അവർ നേരെ പോകുന്നത് ചായക്കടയിലേക്കാണ്. സോ ഓൺ ദ ഫസ്റ്റ് സീൻ, ഓൺ ദ ലാസ്റ്റ് പാർട്ട്, ആക്ച്വലി വി ക്യാൻ സീ ദാറ്റ് നാരായൺ actually initiating that conversation with our Sagar, and he is giving the greeting and he is welcoming our Sagar to that village and he is introducing himself.
Then the Sagar also introducing, and he was saying that he is from Bangalore, and he is saying that very much happy to meet you. And then our Narayan inviting our Sagar for a cup of tea. Both of them joining for a tea, and they are leaving to Ramana's tea shop. Dear students, I strongly believe that you guys understood about the author and the first scenes of our drama. നമ്മൾ ഇന്ന് എടുത്ത ആ ഒരു ഡ്രാമയുടെ ആദ്യത്തെ ആ ഒരു രംഗവും അതോടൊപ്പം തന്നെ എഴുത്തുകാരിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞ കാര്യങ്ങളുമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സോ on the next video we can check it out what are the things going on the scene second and scene third. Hello my dears, I hope that you understood the thing what we said in this previous time. So if you have any kind of doubts, you can clarify with me